എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ എൻജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നു പോസ്റ്റ്മാനിൽ റിക്വസ്റ്റുകൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസ് അല്ലെങ്കിൽ അസേർഷൻസ് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി അസേർഷൻസ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ എൻ്റെ പ്ലേലിസ്റ്റ് ഓൾറെഡി കിടപ്പുണ്ട്. എല്ലാവരും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ വരും. ഇന്ന് ഞാൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസ് ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഞാനത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി ഓൾറെഡി ആഡ് ചെയ്ത് വെച്ച്, എന്നിട്ട് ഓരോന്നും എന്താണ് ടെസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ എങ്ങനെ ബെറ്റർ ആയിട്ട് നമുക്ക് റെപ്പറ്റീഷൻ ഉള്ള ടെസ്റ്റ് കേസസ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, ഓരോ റിക്വസ്റ്റിലും റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം എങ്ങനെ നമുക്ക് സ്ട്രാറ്റജിക്കലി എങ്ങനെ നമ്മുടെ ടെസ്റ്റ് കേസ് ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതും ഈ വീഡിയോ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെസ്റ്റ് കേസസ് എങ്ങനെ നമുക്ക് സ്കിപ്പ് ചെയ്യാമെന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ന്യൂമാൻ HTML കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ ന്യൂമാൻ htmlextra യൂസ് ചെയ്തപ്പോൾ എൻ്റെ റിപ്പോർട്ട് HTML ഫോമിൽ ജനറേറ്റ് ആയപ്പോൾ അതിന് സ്കിപ്പ് ടെസ്റ്റ് കേസിന് പാർട്ട് ഉണ്ടായിരുന്നു. ആ പാർട്ടിനകത്ത് സ്കിപ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഈ നമ്മൾ ന്യൂമാൻ HTMlextra വെച്ച് ഈ ഒരു കളക്ഷൻ റൺ ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്ത ടെസ്റ്റ് കേസും കൂടെ ആ റിപ്പോർട്ട് വരുന്നത് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് ചിലപ്പം ഇച്ചിരി കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ എല്ലാവരും പ്ലേ ബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പം ഞാൻ ഓരോ ടെസ്റ്റ് കേസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള കമൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് കേസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ വരുന്ന റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് വരുന്ന ഒരു റെസ്പോൺസ്. ഇതൊരു അറേയാണ്, അറേക്കകത്ത് JSON ഒബ്ജക്റ്റ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് കളക്ഷൻ വേരിയബിൾ ആയിട്ടുള്ള ID-യുടെ വാല്യൂ ഞാൻ ഇവിടെ ID ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം കളക്ഷൻ വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നു. അപ്പം ആ കളക്ഷൻ വേരിയബിളിൻ്റെ വാല്യൂം റെസ്പോൺസ് വരുന്ന ID-യുടെ വാല്യൂ സെയിം ആണോ എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ അസർഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം കളക്ഷൻ വേരിയബിൾ യൂസ് ചെയ്ത് നമുക്ക് റെസ്പോൺസിലെ ഒരു പർട്ടിക്കുലർ കീയുടെ വാല്യൂ നമുക്ക് അസർട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അടുത്തത് കറണ്ട് എൻവയൺമെൻറ്റ് ഏതാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അസർഷനാണ്. നമ്മൾ റിയൽ ടൈമിൽ API ടെസ്റ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ എൻവയൺമെൻറ്റ്സ് ടെസ്റ്റ് ചെയ്യും. പ്രൊഡക്ഷൻ, സ്റ്റേജിങ്, ലോക്കൽ QA, അങ്ങനെ പല എൻവയൺമെൻറ്റ് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ സെലക്ട് ചെയ്താക്കുന്ന എൻവയൺമെൻറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് ചിലപ്പം അസർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കേസുകളിൽ ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്ത ടെസ്റ്റ് കേസ് റെസ്പോൺസിൻ്റെ വാല്യൂ ടൈപ്പ് അസർട്ട് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്തപ്പോൾ വന്നേക്കുന്ന റെസ്പോൺസ് അറേ ഫോമിലാണ്. അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസ് ഈ ഒരു വേരിയബിളിലേക്ക് ഇട്ടതിന് ശേഷം JSON ഡാറ്റ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം ആ JSON ഡാറ്റ ഒരു അറേ ആണെന്നാണ് ഈ ഒരു ലൈൻ ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് ആ JSON ഡാറ്റയ്ക്കകത്തെ ഫസ്റ്റ് ഇൻഡെക്സിലെ ടൈറ്റിൽ നിന്നുള്ള കീയുടെ വാല്യൂ സ്ട്രിങ് ആണോ, ടൈറ്റിൽ സ്ട്രിങ് ആണോ, ഓതർ സ്ട്രിങ് ആണോ, ID-യുടെ കേസ് വരുമ്പോൾ ഡബിൾ കോട്ട്സിൽ, അപ്പോൾ അത് നമ്പറാണ്. അപ്പം നമ്പറാണോ, അങ്ങനെ മൂന്നാല് അസേർഷൻസ് ഒറ്റ ടെസ്റ്റ് കേസിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസ്പോൺസിനകത്ത് എന്തെങ്കിലും ടൈപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ ടെസ്റ്റ് കേസ് ഫെയിൽ ആവും. അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് കേസ് JSON സ്കീമ. ഈ സ്കീമ ടെസ്റ്റ് ചെയ്യുന്നതോടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിവിടെ ഈ സ്കീമ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ ടൈറ്റിലിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നു, ഓതറിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആണ് വെരിഫൈ ചെയ്യുന്നു, ID-യുടെ ടൈപ്പ് ഇൻറ്റീജർ റിക്വയർഡ് ആണോ ഉള്ള കാര്യങ്ങൾ. അപ്പം ഞാനിവിടെ സ്കീമ ഒരു പർട്ടിക്കുലർ വേരിയബിൾ സ്കീമ എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഒരു ടെസ്റ്റ് കേസ് എഴുതിയിട്ടുണ്ട്, വാലിഡേറ്റ് സ്കീമ. അതായത് നമുക്ക് വരുന്ന റെസ്പോൺസ് വരുന്ന സ്കീമ നമ്മൾ സ്റ്റോർ ചെയ്ത വേരിയബിളിലെ സ്കീമ തന്നെയാണോ എന്നാണ് ഞാൻ ഇവിടെ അസർട്ട് ചെയ്യുന്നത്. ഈ സ്കീമ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഓൺലൈൻ ടൂൾ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്തതാണ്. അതിന് JSON സ്കീമ കൺവേർട്ടർ സെർച്ച് ചെയ്യാൻ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സൈറ്റിലെ വെബ്സൈറ്റാണ് യൂസ് ചെയ്തത് സ്കീമ ജനറേറ്റ് ചെയ്യാൻ. അതിനുശേഷം ഞാൻ ഇവിടെ സാമ്പിൾ JSON ഡോക്യുമെന്റ് ഇത് ഞാൻ റീലോഡ് ചെയ്യുക. അപ്പം
ആ റെസ്പോൺസ് നമ്മൾ ഈ പർട്ടിക്കുലർ റിക്വസ്റ്റ് തരുന്ന റെസ്പോൺസ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം ഈ സൈറ്റിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് സ്കീമ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ പർട്ടിക്കുലർ റെസ്പോൺസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു JSON സ്കീമ വരും. ഈ സ്കീമയ്ക്കകത്ത് ഈ ഒരു പർട്ടിക്കുലർ കീ ഇവിടെ ഈ കോമ അടക്കം കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യം ആ കോൺസ്റ്റന്റ് സ്കീമ എന്നുള്ള വേരിയബിളിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഏറ്റവും അവസാനം ഒരു സെമി കോളനും കൂടെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ആ സ്കീമ വാലിഡേറ്റ് ചെയ്തു. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്കീമ വാലിഡേറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഈ സ്റ്റാറ്റസ് കോഡ് 200 ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് ഞാൻ ഇൻറ്റൻഷ്യലി സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് റിസൾട്ട് ഞാൻ ഓൾറെഡി ഈ ടെസ്റ്റ് കേസ് ഓൾറെഡി ഒന്ന് റൺ ചെയ്തു. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിനകത്ത് സ്കിപ്പ്ഡ് എന്ന് പറഞ്ഞ ഒരെണ്ണം വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ pm.test.skip എന്ന് കൊടുത്തുകൊണ്ടാണ്. അപ്പം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു pm.test.skip എന്ന് കൊടുത്താൽ മതി. ഇനി ഒരു ബെറ്റർ അപ്രോച്ച് എങ്ങനെ ടെസ്റ്റ് കേസസ് നമുക്ക് റീയൂസ് ചെയ്യാൻ നോക്കാം. അതായത് ഈ ഒരു ടെസ്റ്റ് കേസിനകത്ത് കോമൺ ആയിട്ട് എല്ലാ റിക്വസ്റ്റുകൾക്കും കോമൺ ആയിട്ട് വരുന്ന ടെസ്റ്റ് കേസ് ഓരോ റിക്വസ്റ്റ് എഴുതുന്നതിന് പകരം നമുക്ക് ഫോൾഡർ ലെവലിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റ് കേസ് ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ കോമൺ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ടെസ്റ്റ് കേസ് കാൻഡിഡേറ്റ് ആണ് ഈ റെസ്പോൺസ് ടൈം ടെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ്. അപ്പം ഞാനിത് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടത് ഫോൾഡർ ലെവലിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതുകൂടാതെ തന്നെ ബാക്കി റിക്വസ്റ്റുകൾക്കും ടെസ്റ്റ് കേസ് ആഡ് ചെയ്യാൻ പോവാണ്. ഒരു പ്രോപ്പർ API ടെസ്റ്റ് സ്യൂട്ട് ആക്കി മാറ്റുവാണ്. അപ്പോൾ ക്രിയേറ്റ് പോസ്റ്റിന് ടെസ്റ്റ് കേസ് വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അതിനൊരു ബേസിക് ടെസ്റ്റ് കേസ് ഉണ്ട്. ജസ്റ്റ് JSON വാല്യൂ ചെക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കോഡും കൂടെ വാലിഡേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് കേസ് ആഡ് ചെയ്യാം. ഇത് പോസ്റ്റ് ആയതുകൊണ്ട് 201 ആണ്. അപ്പോൾ അതനുസരിച്ച് ചേഞ്ചസ് വരുത്താം. അത് സേവ് ചെയ്യുന്നു. ഗെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസും ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റിൻ്റെ ടെസ്റ്റ് കേസ് വല്ലതും ഉണ്ടോ നോക്കാം. 200 കൊടുത്തിട്ടുണ്ട്. ഡിലീറ്റിൻ്റെ കേസിൽ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് ഇൻറ്റൻഷ്യലി ഫെയിൽ ചെയ്ത റിപ്പോർട്ടിനകത്ത് അത് വരാൻ വേണ്ടി ഇൻറ്റൻഷ്യലി ഞാനത് ഫെയിൽ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള ടെസ്റ്റ് കേസ് നമുക്ക് ഫോൾഡർ ലെവലിൽ ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റെസ്പോൺസ് ടൈമിൻ്റെ ടെസ്റ്റ് കേസ് ഇപ്പോൾ ഇൻഡിവിജ്വലി ഒരു റിക്വസ്റ്റ് ഞാൻ ആഡ് ചെയ്തില്ല. പകരം ഞാൻ CRUD എന്നുള്ള ഫോൾഡറിൽ പോയി ടെസ്റ്റ് ടാബിൽ പോകുന്നു. അപ്പോൾ അവിടെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം റിക്വസ്റ്റ് ഈ ഒരു കളക്ഷൻ സേവ് ചെയ്യുന്നു. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എല്ലാ റിക്വസ്റ്റുകൾക്കും കോമൺ ആയിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആ ഫോൾഡർ ലെവലിൽ എന്ത് ടെസ്റ്റ് കേസ് ആഡ് ചെയ്താലും ആ ഫോൾഡറിനകത്തുള്ള എല്ലാ ടെസ്റ്റ് കേസുകൾക്കും എല്ലാ റിക്വസ്റ്റ് APIകൾക്കും അത് വാലിഡ് ആയിരിക്കും. മീൻസ് അതിന് ആ ടെസ്റ്റ് കേസുകളായിട്ട് ഈ ഒരു ഫോൾഡറിനകത്ത് ആഡ് ചെയ്ത ടെസ്റ്റ് കേസ് മാറും. അപ്പം കോമൺ ആയിട്ട് വരുന്ന ടെസ്റ്റ് കേസ് എപ്പോഴും ഫോൾഡർ ലെവലിൽ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇത് newman htmlextra വെച്ച് എങ്ങനെ റൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു കളക്ഷൻ എക്സ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻവയൺമെൻറ്റിലൊന്നും ചേഞ്ചസ് ഒന്നുമില്ല. അപ്പം കളക്ഷൻ മാത്രം ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. പർട്ടിക്കുലർ ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുവാണ്. അതിനുശേഷം ഫോൾഡറിനകത്തേക്ക് വന്ന ശേഷം ഞാൻ കമാൻഡ് യൂസ് ചെയ്ത് റൺ ചെയ്യാൻ പോവാണ്. അപ്പം ഇവിടെ യൂസ് ചെയ്തിരുന്ന കമാൻഡ് newman run ഏതാണ് കളക്ഷൻ ആ കളക്ഷൻ സ്പെസിഫൈ ചെയ്തു. അതിനുശേഷം -c എന്നുള്ള എൻവയൺമെൻറ്റ് ഫ്ലാഗ് പാസ് ചെയ്തു. അതിനുശേഷം ഡേറ്റ ഡ്രിവൺ ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന ഫ്ലാഗ് -t പാസ് ചെയ്തിട്ട് ടെസ്റ്റ് ഡേറ്റ ഉള്ള ഫയൽ സ്പെസിഫൈ ചെയ്ത ശേഷം -r htmlextra ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ പോസ്റ്റ്മാൻ എന്നുള്ള ഫോൾഡറിനകത്ത് newman എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആവും. അതിൻ്റെ അകത്തായിരിക്കും ഇൻട്രാക്റ്റീവ് HTML റിപ്പോർട്ട് ജനറേറ്റ് ആകുന്നത്. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂഷൻ തീർന്നു കഴിയുമ്പോൾ newman എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആവും. newman എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്.
അതിൻ്റെ അകത്ത് JSON സെർവർ കളക്ഷൻ്റെ പേരിൽ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് ടൈം സ്റ്റാമ്പ് ഓട്ടോമാറ്റിക് ജനറേറ്റ് ആവും. അത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ 2 ഇറ്ററേഷൻസ് ഉണ്ട്. ഡാറ്റ ഡ്രൈവൺ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് ആ ടെസ്റ്റ് ഡാറ്റ ഉള്ള ഫയലിനകത്ത് 2 സെറ്റ് ഓഫ് ഡാറ്റ കൊണ്ട് 2 തവണ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ മൊത്തം റിക്വസ്റ്റുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. എത്ര ഇറ്ററേഷൻ ഉണ്ടായി, എത്ര അസേർഷൻസ് ഉണ്ടായി, എത്ര ഫെയിൽ ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ടോട്ടൽ സ്ക്രിപ്റ്റ് ടെസ്റ്റിനകത്തും 2 വന്നിട്ടുണ്ട്. രണ്ട് ഇറ്ററേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 2 തവണ ഓരോ ഇറ്ററേഷൻ ഒരു ടെസ്റ്റ് കേസസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻറ്റൻഷനലി സ്കിപ്പ് ചെയ്യിച്ചതാണ്. അപ്പം അതുപോലെ തന്നെ കോമൺ ആയിട്ട് കുറച്ച് ഒരു റെസ്പോൺസ് ടൈം ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് കേസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ റിക്വസ്റ്റിനുള്ള അത് സെക്ഷൻ ഒരു ടാബ് സെലക്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള അത് എക്സ്പാൻഡ് ചെയ്യുവാണ്. എക്സ്പാൻഡ് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു അസേർഷൻ വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിനകത്തും വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, get post details. ഒരു സെക്കൻഡ്. ഓക്കെ, റെസ്പോൺസ് ടൈം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അപ്ഡേറ്റ് പോസ്റ്റിനകത്തുണ്ടോ നോക്കാം. അപ്ഡേറ്റ് പോസ്റ്റിനകത്തും വന്നിട്ടുണ്ട്. അതുപോലെ ഡിലീറ്റ് പോസ്റ്റിൻ്റെ കേസിലും വന്നിട്ടുണ്ട്, അത് പാസ്സായിട്ടുണ്ട്. ഇത് നമ്മൾ ഇൻറ്റൻഷനലി ഫെയിൽ ചെയ്തതാണ്. അപ്പം ഇങ്ങനെയാണ് സ്കിപ്പ് ചെയ്യുന്ന ടെസ്റ്റ് കേസ്. അപ്പം സ്കിപ്പ് ചെയ്ത ടെസ്റ്റ് കേസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഇൻട്രാക്റ്റീവ് HTML റിപ്പോർട്ട് യൂസ് ചെയ്ത് നമുക്ക് API കളക്ഷൻ്റെ സകല APIയുടെ ഡീറ്റെയിൽസ്, റെസ്പോൺസ് ഹെഡേഴ്സ്, റെസ്പോൺസ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസ് ആഡ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോയിലേക്ക് നേരിട്ട് എത്തുന്നതിന് മുമ്പ് ഓൾറെഡി ഞാൻ ഒരു ടെസ്റ്റ് കേസ് ആഡ് ചെയ്യുന്ന പോസ്റ്റ്മാനിൽ തന്നെ അവൈലബിൾ ആയ സ്നിപ്പറ്റ് യൂസ് ചെയ്ത് ടെസ്റ്റ് കേസ് ആഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോയിലേക്ക് വരുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാകാതെ വരും. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ ഐ ബട്ടണിലും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഷെയർ ചെയ്യുക. കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.